നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് യൂട്യൂബർ ഐഷോ സ്പീഡിനെ കുറിച്ചാണ്. അതെ. അപ്പോ നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ഓൺലൈൻ ലോകത്ത് അദ്ദേഹത്തിന്റെ ഈ വളർച്ച, അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് ഈ മിസ്റ്റർ ബീസ്റ്റ് പോലെയുള്ള വലിയ പ്രൊഡക്ഷൻസ് ഉണ്ടല്ലോ, അവരിൽ നിന്നൊക്കെ സ്പീഡ് എങ്ങനെയാ വ്യത്യാസപ്പെടുന്നത്, അതാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്. ശരിയാണ്. അപ്പോ അതുണ്ടല്ലോ, സ്പീഡിന്റെ തുടങ്ങും നോക്കിയാൽ അത് വളരെ സാധാരണമായിരുന്നു. NBA 2K, ഫോർട്ട്നൈറ്റ് ഒക്കെ കളിച്ചുള്ള ഗെയിം സ്ട്രീമുകൾ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ആളുകളെ ആകർഷിച്ചത് പുള്ളിയുടെ ഗെയിമിംഗ് സ്കിൽസ് ആയിരുന്നില്ല. അല്ല, അപ്പൊ എന്തായിരുന്നു ആ ഒരു മാഗ്നറ്റിസം? കാരണം പല വലിയ സ്ട്രീമർമാരും അവരുടെ കഴിവുകൊണ്ടാണല്ലോ അറിയപ്പെടുന്നത്. സ്പീഡ് എങ്ങനെയാ വേറിട്ട് നിന്നത്? അതാണ് പ്രധാന പോയിന്റ്. അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ, പ്രവചിക്കാൻ പറ്റാത്ത സ്വഭാവം, ചിലപ്പോ ഒരു നിയന്ത്രണമില്ലാത്ത ദേഷ്യം, ഈ റേജ് എന്നൊക്കെ പറയില്ലേ, പിന്നെ ആ തനിമ, ഒറിജിനാലിറ്റി. ഓർക്കുന്നുണ്ടോ ആ വീട്ടിൽ പടക്കം പൊട്ടിക്കുന്നത്, നായയെപ്പോലെ കുരയ്ക്കുന്നത്? അതിപ്പോ ഭയങ്കര വൈറലായിരുന്നല്ലോ. അതെ. അപ്പോ ഈ ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ പേഴ്സോണകളിൽ നിന്ന് ഇത് വളരെ വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു പക്ഷേ ആളുകൾക്ക് ഈ ഒരു ഫിൽട്ടർ ഇല്ലാത്ത അപ്രോച്ച് അത് ഇഷ്ടപ്പെടുന്നുണ്ടാകാം, അല്ലേ? നമ്മൾ ഈ സാമൂഹിക സമ്മർദ്ദമൊക്കെ കാരണം പുറത്ത് കാണിക്കാത്ത പലതും സ്ക്രീനിൽ കാണിക്കുമ്പോൾ. അതൊരു പ്രധാന കാര്യമാണ്. സോഴ്സുകളും അത് പറയുന്നുണ്ട്. ഈ ഫിൽട്ടർ ചെയ്യാത്ത റിയലായ വ്യക്തിത്വങ്ങളോട് ആളുകൾക്കൊരു താല്പര്യം കൂടി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്പീഡിന്റെ ഈ ഒരു അൺകൺട്രോൾഡ് രീതി അത് കാണുന്നവർക്കൊരു തരം എന്താ പറയാ, വൈക്കേറിയസ് ഫ്രീഡം കൊടുക്കുന്നുണ്ടാവാം. ശരിയാണ്, വലിയ വാർത്തയായിരുന്നു. അതോടെ പുള്ളി നേരെ യൂട്യൂബിലേക്ക് ഫോക്കസ് മാറ്റി. അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പൊ യൂട്യൂബിലേക്ക് വന്ന ശേഷമാണോ ഈ ഒരു ഗ്ലോബൽ റീച്ച്, ആഗോള പ്രശസ്തി വരുന്നത്? പ്രത്യേകിച്ച് ആ റൊണാൾഡോ സംഭവം. കൃത്യമായി. അതാണ് അടുത്ത വലിയ കാര്യം. റൊണാൾഡോയുടെ പേര് സൂയി എന്ന് തെറ്റുച്ചരിച്ചത്. അതെല്ലായിടത്തും എത്തിയല്ലോ. അതെ, ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഫുട്ബോൾ ഫാൻസിനിടയിൽ അതൊരു എന്താ പറയുക, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് പുള്ളി അത് മുതലെടുത്തു. റൊണാൾഡോയുടെ ഭയങ്കര ഫാനായിട്ട് സ്വയം പ്രൊജക്റ്റ് ചെയ്തു. അവസാനം റൊണാൾഡോയെ നേരിട്ട് കണ്ടുമുട്ടുക വരെ ചെയ്തു. ആ വീഡിയോ, അതിലെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കര ജെനുവിനായി തോന്നി. തീർച്ചയായും. അത് അമേരിക്കയ്ക്ക് പുറത്തും ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എല്ലായിടത്തും വലിയ ഫാൻ ബേസ് ഉണ്ടാക്കാൻ സഹായിച്ചു. അതിന് ശേഷമാണല്ലോ ഈ റൂമിലിരുന്ന് ഗെയിം കളിക്കുന്നതിൽ നിന്ന് മാറി പുറം ലോകത്തേക്ക് ഇറങ്ങുന്നത്, ആ IRL സ്ട്രീമിംഗ്. അതെ, ഇൻ റിയൽ ലൈഫ് സ്ട്രീമിംഗ്. ഇന്ത്യ, ചൈന, ബ്രസീൽ അങ്ങനെ പല രാജ്യങ്ങളിലും പോയി ലൈവ് സ്ട്രീം ചെയ്തു. ആ യാത്രകൾക്ക് എന്തായിരുന്നു പ്രാധാന്യം? വെറും കാഴ്ചകൾ കാണിക്കുക എന്നതിലുപരി അത് അദ്ദേഹത്തിന്റെ കണ്ടന്റിന് വേറൊരു ഡൈമെൻഷൻ കൊടുത്തു. സോഴ്സുകൾ പറയുന്നൊരു കാര്യം, ഒരു സാധാരണ അമേരിക്കക്കാരൻ ലോകത്തെ കാണുന്ന രീതിയെ ഒരു പരിധിവരെ മാറ്റാൻ ഈ സ്ട്രീമുകൾക്ക് പറ്റി എന്നതാണ്. ഓഹോ, എങ്ങനെ? ഉദാഹരണത്തിന്, ഇപ്പോ ചൈന, അമേരിക്കയിൽ പൊതുവേ ഉള്ളൊരു ഇമേജ് ഉണ്ടല്ലോ. പക്ഷേ സ്പീഡിന്റെ സ്ട്രീമിലൂടെ അവിടുത്തെ വലിയ ബിൽഡിങ്ങുകൾ, ടെക്നോളജി, ആ BYD കാറുകളൊക്കെ. ശരിയാണ്, അതൊക്കെ ആളുകൾ കണ്ടു. അതെ, അതൊരു വലിയ ഓഡിയൻസ് നേരിട്ട് കണ്ടു. ഇത് ചിലപ്പോ നിലവിലുള്ള ധാരണകളെ ചോദ്യം ചെയ്യാനും വ്യത്യസ്ത സംസ്കാരങ്ങളെ കുറച്ചുകൂടി അടുത്തറിയാനും സഹായിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ യാത്രകളിലും വിവാദങ്ങൾ കുറവല്ലായിരുന്നല്ലോ. പലപ്പോഴും എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നതായി കാണാം. ഉണ്ട്, തീർച്ചയായുമുണ്ട്. ഒരുപക്ഷെ ആ വിവാദങ്ങൾക്കിടയിലും അല്ലെങ്കിൽ ആ വിവാദങ്ങൾ കൊണ്ടുകൂടിയാണ് സ്പീഡ് വളരുന്നത് എന്നും വാദിക്കാം. പക്ഷെ ഇവിടെ സോഴ്സ് ഒരു പ്രധാന വ്യത്യാസം പറയുന്നുണ്ട്. പ്യൂഡിപൈ പോലെയുള്ള വലിയ ക്രിയേറ്റർമാർ, അവരൊക്കെ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരെ സേഫായിട്ടാണ് കളിക്കുന്നത്. ശരിയാണ്, ഒരു വാക്ക് പിഴച്ചാൽ മതി. അതെ, ഭയങ്കര പ്രഷറാണ്. സ്പീഡിന് ആ ഒരു ഫിൽട്ടർ ഇല്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് അത്ര കാര്യമാക്കുന്നില്ല. ഈ സേഫ് അല്ലാത്ത പെരുമാറ്റം എന്ന് പറയുമ്പോ സോഴ്സ് അതിനെ വേർതിരിക്കുന്നുണ്ടോ? അതായത് എല്ലാം ഒരുപോലെയാണോ കാണുന്നത്? നല്ല ചോദ്യമാണ്. അവിടെ ഒരു വ്യത്യാസം പറയുന്നുണ്ട്. ക്രേസി വേഴ്സസ് ചീപ്പ്. സ്പീഡ് ചെയ്യുന്നത് മിക്കവാറും മറ്റുള്ളവരെ നേരിട്ട് വേദനിപ്പിക്കാത്ത കുറച്ച് ക്രേസിയായ കാര്യങ്ങളാണ്, നിരുപദ്രവകരമായ തമാശകൾ. പക്ഷേ മറ്റൊരാളെ മനഃപൂർവ്വം താഴ്ത്തികെട്ടുന്ന ആ ഒരു ചീപ്പ് ലെവലിലേക്ക് പോകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതൊരു പ്രധാന നിരീക്ഷണമാണ്. അതോടൊപ്പം തന്നെ പുള്ളി ഈ വഴിയിൽ കാണുന്ന സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പൈസ കൊടുക്കുന്നൊരു സ്വഭാവമുണ്ട്. അതും ഇടയ്ക്കിടെ കാണാം.
അത് അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജിന് വേറൊരു തലം കൊടുക്കുന്നുണ്ടല്ലേ? അതെ, ആ ഒരു അപ്രതീക്ഷിതമായ കാരുണ്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഫിൽട്ടറുകളില്ലാത്ത വളരെ തനതായ ഒരു ശൈലിയാണ് ഐഷോസ്പീഡിന്റെ വിജയത്തിന് പിന്നിൽ എന്ന് പറയാം, അല്ലേ? ഒരു വലിയ പരിധിവരെ അതെ. അദ്ദേഹത്തിന്റെ ഈ യാത്ര അത് ഓൺലൈൻ കണ്ടന്റ് ലോകത്തെ മാറ്റങ്ങളും പ്രേക്ഷകരുടെ മാറുന്ന താൽപ്പര്യങ്ങളും ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ശരിയാണ്. അപ്പൊ നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ചിന്തിക്കാൻ ഒരു കാര്യം. ഈ ക്രിയേറ്റർമാർ വലിയ സമ്മർദ്ദം നേരിടുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം തോന്നുന്നത് ഏതിനാണ്? ഈ വളരെ പോളിഷ് ചെയ്ത വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള കണ്ടന്റിനാണോ, അതോ ഇതുപോലുള്ള ഫിൽറ്റർ ഇല്ലാത്ത ചിലപ്പോൾ കുറച്ച് അപ്രതീക്ഷിതമായ ആ റിയാലിറ്റിക്കാണോ? അതൊരു നല്ല ചോദ്യമാണ്. പിന്നെ ഒരു ക്രിയേറ്ററുടെ ഈ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ആ റിയൽനെസ് എന്നത് തന്നെ ഒരു ബ്രാൻഡായി മാറുമ്പോൾ അവർക്ക് സമൂഹത്തോട് എന്ത് ഉത്തരവാദിത്തമാണ് വരുന്നത്, അതും ആലോചിക്കേണ്ട വിഷയമാണ്.